Good morning. Today we are discussing net income approach. Capital structure theory ആണ് നമ്മൾ ഒരു ക്ലാസ്സിൽ നെറ്റ് ഇൻകം അപ്രോച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കാം. ദിസ് അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഡുറൻഡ്. According to this approach, capital structure decision is relevant to valuation of the firm. എന്താ റിലവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് വരുന്നുണ്ട്, മാറ്റം വരികയും അത് ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, ഡേവിഡ് ഡുറൻഡ് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരികയും ടോട്ടൽ വാല്യൂ ഓഫ് ഫേമിൽ എന്ത് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് എന്നാണ് ഡേവിഡ് ഡുറൻഡ് പറയുന്നത്. അതായത് ഈ ഡെപ്റ്റ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, മാറ്റം വരികയും ടോട്ടൽ വാല്യൂവിൽ മാറ്റം വരികയും ചെയ്യുന്നു. ദ ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോൾ വിൽ ലീഡ് ടു കറസ്പോണ്ടിങ് ചേഞ്ച് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം. ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഏത് തിയറിക്കുള്ള കുറച്ച് അസംഷൻസുകളാണ്. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അസംഷൻസ് കോമൺ ആയിട്ടുള്ള കുറച്ച് അസംഷൻസ് ആണ്. ഇവിടെ രണ്ട് സോഴ്സ് ഓഫ് ഫണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദർ ആർ ഓൺലി ടു സോഴ്സ് ഓഫ് ഫണ്ട്, ഡെപ്റ്റും ഇക്വിറ്റിയും. ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. ഈ തിയറീൻ്റെ അകത്ത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100%. എത്രയാണോ ഡിവിഡൻഡ് ഉള്ളത് അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നത്. അതായത് റിട്ടേൺഡ് ഏർണിങ്സ് വെക്കുന്നില്ല. അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്താണ്, ഒരു 50% പേയ്മെൻറ്റ് നടത്തിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വെക്കുന്നില്ല. ദ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 100% ആണ്. ഡസ് നോട്ട് റീറ്റെയിൻ ദ ഏർണിങ്സ്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അസ്യൂംഡ് ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിസിഷൻസ് എപ്പോഴും എന്തായിരിക്കും, മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും മാറ്റം വരുന്നില്ല. ഫേം ടോട്ടൽ ഫിനാൻസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. എത്രയാണോ ഇപ്പോൾ 10 lakh ആണെങ്കിൽ ആ 10 lakh ആണ്, അതിൽ മാറ്റം വരുത്തുന്നില്ല. ലീവറേജിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. EBIT ആർ നോട്ട് എക്സ്പെക്റ്റഡ് ഗ്രോ. അപ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്താണ്, അതിൽ മാറ്റം വരുന്നില്ല. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോൾ EBITയിൽ മാറ്റം വരുന്നില്ല. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഗ്രോ അല്ലെങ്കിൽ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് ഫേം ബിസിനസ് റിസ്ക് ഈസ് കോൺസ്റ്റൻറ്റ്. റിസ്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിസിനസ് സ്ഥാപനം എപ്പോഴും സ്റ്റെബിലിറ്റി ഓഫ് ദ ഫേം, സ്റ്റെബിലിറ്റിയുള്ള ബിസിനസ് സ്ഥാപനമാണ്. ടോട്ടൽ അസറ്റ് ഓഫ് ദ ഡു നോട്ട് ചേഞ്ച്. ടോട്ടൽ അസറ്റിലും എന്ത് വരുത്തുന്നില്ല, മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഇതൊക്കെയാണ് ഈ തിയറീസിൻ്റെ കോമൺ ആയിട്ടുള്ള അസംഷൻസുകൾ. നെറ്റ് ഇൻകം തിയറീൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നെറ്റ് ഇൻകം തിയറിയിൽ അതായത് ഡിബഞ്ചറിൽ മാറ്റം വന്നാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ മാറ്റം വരുന്നുണ്ടോ, ടോട്ടൽ വാല്യൂ ഓഫ് ഫേമിൽ മാറ്റം വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനീസ് എക്സ്പെക്റ്റഡ് ആനുവൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് EBIT ആണ്. അത് ഓർമ്മിക്കുക, EBIT ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1 lakh ആണ്. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻകം 1 lakh ആണ്. അവിടെ 3,88% ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതേപോലെ ഇക്വിറ്റി ഷെയർസും ഉണ്ടാവും. ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് 10% ആണ്. 10% ആണ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, വാല്യൂ ഓഫ് ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റും കൂടിയും കാണണം. ഓവറോൾ ക്യാപിറ്റൽ കോസ്റ്റും കൂടിയും കാണും. ഫൈൻഡ് ഔട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ബൈ ഇൻക്രീസിങ് ദ ഡെപ്റ്റ്. അതായത് ഡിബഞ്ചേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമിലും വരുന്ന ഇമ്പാക്റ്റ് കണ്ടുപിടിക്കണം. എത്രയാണ് കൂട്ടുന്നത്, 4 lakh. 3 lakh എന്നുള്ളത് എത്രയായി മാറ്റുന്നു, 4 lakh ആയിട്ട് മാറ്റുന്നു ഡിബഞ്ചേഴ്സ്. ആൻഡ് ഡിക്രീസ് ഇൻ ഡെപ്റ്റ് എന്ത് ചെയ്യുന്നു, വേറൊരു മാറ്റം കൂടി വരുത്തി നോക്കി. ഡിബഞ്ചർ എത്രയാക്കുന്നു, 2 lakh ആയിട്ട് കുറക്കുന്നു. അപ്പോൾ 3 lakh ഉള്ളത് 4 lakh ആക്കിയിട്ട്
ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും കാണാം. ഇനി ഡെപ്റ്റ് ഡിക്രീസ് ചെയ്തിട്ട് ഡിബഞ്ചർ ഡിക്രീസ് ചെയ്തിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് ദ ഫേമും കാൽക്കുലേറ്റ് ചെയ്യാൻ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വാല്യൂ ഓഫ് ദ ഫേം കാണാൻ എന്തൊക്കെയാണ് ഇക്വേഷൻ വരുന്നത്? വാല്യൂ ഓഫ് ദ ഫേം ഇ പ്ലസ് ഡി ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? EBIT മൈനസ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ EBIT ഡിവൈഡഡ് ബൈ വി, വാല്യൂ ഓഫ് ദ ഫേം. ഈക്വേഷൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് 3 lakh ഉണ്ടായിരുന്നപ്പോൾ എത്രയാണ് വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് എ ഫേം എന്ന് കാണാം. അതിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കാണാം. നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ദ ഫേം. ആദ്യം നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം EBIT ക്വസ്റ്റിൻ്റെ അകത്ത് തന്നത് തന്നെയാണ്. 1 lakh ആണ് EBIT, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൻ്റെ അത് ഡിബഞ്ചർ 3 lakh ആണ്. അതിൻ്റെ 80% അല്ല 8% 3 lakhൻ്റെ 8% ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ 24,000 ആണ്. അപ്പോൾ ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 76,000 ആയിരിക്കും കിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കുള്ളതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഈ EBIT നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു EBIT എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, സെയിൽസ് ഒരു എമൗണ്ട് ഉണ്ടാവും. ജസ്റ്റ് EBIT എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കാം. നിങ്ങൾക്കറിയാം സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ്റെ ആണ് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? EBIT കിട്ടും. ഇത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ EBIT എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. EBIT എന്ന് പറയുന്നത് സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കുന്നു, കോൺട്രിബ്യൂഷൻ കിട്ടുന്നു, കോൺട്രിബ്യൂഷൻ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കുന്നു. നോക്കാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? EBIT മൈനസ് I കിട്ടി. എത്രയാണ് കിട്ടിയത്? 76,000 കിട്ടി. അപ്പോൾ EBIT മൈനസ് I ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. അത് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്, 10% ആണ്. അങ്ങനെയാണ് 76,000 ഡിവൈഡഡ് ബൈ 0.10 എന്നോ, അല്ലെങ്കിൽ 76,000 ഇൻറ്റു 100/10 എന്നും എടുത്താൽ മതി. അല്ലെങ്കിൽ അടിയിൽ 10% എന്ന് പറയുമ്പോൾ എന്താ 0.10 എടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 7,60,000 കിട്ടി. റെഡി അല്ലേ? ഇനി നോക്കാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഓൾറെഡി ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്, അത് മാറുമൊന്നുമില്ല. അത് 3 lakh ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസും കിട്ടി, മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചറും കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 10,60,000 കിട്ടി. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ്? 10,60,000 ആണ്. ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ EBIT ഡിവൈഡഡ് ബൈ വി കണ്ടാൽ മതി. EBIT എത്രയാണ്? 1 lakh ആണ്. ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 1 lakh ആണെന്ന്. EBIT 1 lakh ആണെന്ന് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഇനി വാല്യൂ ഓഫ് ദ ഫേം എത്രയാണ്? നമ്മളിപ്പം കണ്ടുപിടിച്ചു 10,60,000. അപ്പോൾ എത്ര കിട്ടി? 1 lakh ഡിവൈഡഡ് ബൈ 10,60,000 ഇൻറ്റു 100 പെർസെൻറ്റേജിലായതുകൊണ്ട്, പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കുക, ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, അതുകൊണ്ട് പെർസെൻറ്റേജിൽ കാണാൻ 9.43% കിട്ടി. അപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ നിലവിൽ 3 lakh ആണ് ഡിബഞ്ചേഴ്സ്, പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ട്. നിലവിലുള്ള കണ്ടീഷനിൽ 3 lakh വെച്ചിട്ടാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 9.43 ആണ്. ഇനി ക്വസ്റ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട് വാല്യൂ ഓഫ് ദ ഫേം ആഫ്റ്റർ ഇൻക്രീസ് ഇൻ ഡിബഞ്ചർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്താൽ എത്ര വരെ? 4 lakh വരെ ആക്കിയാൽ എന്തൊക്കെ കാണണം? വാല്യൂ ഓഫ് ദ ഫേമും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കാണും. അപ്പോൾ EBIT 1 lakh തന്നെ, അത് മാറ്റമൊന്നുമില്ല. EBIT എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമ്പോൾ EBITയിൽ മാറ്റമൊന്നും വരില്ല. അപ്പം ഡിബഞ്ചർ മാറും,
കാരണം നേരത്തെ 3 lakh ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അതിൻ്റെ 8% ആണ്. ഇവിടെ ഇപ്പോൾ എത്രയായി? ഇൻട്രസ്റ്റ് 4 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റിൽ മാറ്റം വരും. 4 lakhൻ്റെ 8% കൊടുക്കണം. അപ്പോൾ 32,000. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഉണ്ടാവും? 68,000 ഉണ്ടാവും. ഏർണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് നേരത്തെ തന്നെയാണ്, 10% ആണ്. നോക്കാം. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കഴിച്ചാൽ 68,000 കിട്ടും. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 10%, 0.10 എന്നിട്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടി? മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 6,80,000 കിട്ടി. അപ്പോൾ ടോട്ടൽ വാല്യൂ എങ്ങനെ കാണാം? ഡിബഞ്ചർ എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 4 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6,80,000 പ്ലസ് 4 lakh, അതാണ് ഇവിടെ മാർക്കറ്റ് വാല്യൂ. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം 10,80,000. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേമിൽ മാറ്റം വന്നു. നോക്കാം. നേരത്തെ എത്രയാണ് കിട്ടിയത്? ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം നേരത്തെ 10,60,000 ആണ് കിട്ടിയത്. ഇപ്പോൾ എത്ര കിട്ടി? ഇപ്പം 10,80,000 കിട്ടി. ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം നേരത്തെ 10,60,000 ആയിരുന്നു. ഇപ്പോൾ എത്ര കിട്ടി? 10,80,000 ഇല്ലേ, ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 9.43 ആണ്. ഇപ്പോൾ എത്ര കിട്ടി? ഓവറോള് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 9.26 കിട്ടി. അപ്പോൾ എന്ത് കൂടി? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി. അപ്പോൾ നോക്കാം. വാല്യൂ ഓഫ് ദ ഫേം ആഫ്റ്റർ ഡിക്രീസിങ് ഡിബഞ്ചർ 2 lakh. 3 lakh ഉള്ളത് 2 lakh ആക്കി മാറ്റി. അപ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആണ് 1 lakh. ഇൻട്രസ്റ്റ് മാറും, കാരണം 3 lakh ഉള്ളത് 2 lakh ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 lakhൻ്റെ 8% 16,000 ആണ്. അപ്പോൾ എമൗണ്ട് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 84,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ 10% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ CBIT മൈനസ് നേരത്തെ ഇക്വേഷൻ തന്നെയാണ്, -I ഡിവൈഡഡ് ബൈ KE. $84,000 ഡിവൈഡഡ് ബൈ 10%. 84,000 നമുക്ക് കിട്ടിയതാണ് 8,40,000. മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചർ 2 lakh. രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കിട്ടും 10,40,000.
അപ്പം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 9.61. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. 10,60,000 ആയിരുന്നു, 10,48,000 കുറഞ്ഞു. ഇൻ്റർപ്രറ്റ് വെൻ ദ ഡിക്രീസ് ഇൻ ഡെപ്റ്റ് 3,00,000 to 2,00,000, ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഡിക്രീസ് ചെയ്തു, 10,60,000 10,40,000 ആയി. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, കോസ്റ്റ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. 9.43 ഉള്ളത് 9.61 ആയി. ഓക്കെ, നെറ്റ് ഇൻകം തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.